ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് കേട്ടോ. മൂന്നാറിൽ സൂര്യനെല്ലിയിലാണ്. അവിടെ കൊളുകുമലൈ ബേസ് ക്യാമ്പിൽ വന്നേക്കാണ്. ഒരു 1 നൈറ്റ് ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടും കൂടി ഈ മൊമെന്റ്സ് ഷെയർ ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ ക്രിസ്മസിന് മുമ്പുള്ള ഒരു വീക്കെൻഡാണ് വന്നേക്കുന്നത്. സോ ഇതാണ് ഓവറോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ കുറേ ടെൻസ് ഉണ്ട്. ഞങ്ങളുടെ ടെൻറ്റ് ഇതാണ്, പിങ്ക് കളർ. ആൻഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ഇങ്ങനെ കുറേ ടെൻസ് ഉണ്ട്. സോ ആദ്യം നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ വന്ന വഴിക്കത്തെ കുറച്ച് വിശേഷങ്ങൾ ക്യാപ്ചർ ചെയ്താണ്, അതൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴേ നമ്മൾ മൂന്നാറ് കൊളുകുമലൈ ബേസ് ക്യാമ്പിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. 2 മണിക്കായിരുന്നു കേട്ടോ അവരുടെ ചെക്കൻ. നമ്മൾ 2:15 എത്തി. മോർണിംഗ് ഒരു 5:30 ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഒന്നും എടുത്തില്ല. ഇടയ്ക്കൊന്ന് കോഫി കഫേഡയിൽ കയറി, അതായിരുന്നു ഒരു ബ്രേക്ക്. സാൻഡ്വിച്ച് മേടിച്ച് അത് കഴിച്ചുകൊണ്ടിങ്ങ് പോന്നു. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് പാർക്കിങ്ങിന് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് കേട്ടോ, ചെറുത്. ലൈക്ക് ഇങ്ങനെ ഇറങ്ങുക, ഇവിടെ നമുക്ക് വണ്ടി ഇടാം. അത്യാവശ്യം കുറച്ച് വണ്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്ലേസിൻ്റെ വൈബ് വന്നിട്ട്. നല്ല രസമുണ്ട്. കാടിൻ്റെ നടുവിൽ ഉള്ള ടെൻറ്റ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതേ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ട്. പോവാം താഴത്തേക്ക്, ബാ. അങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ്, പിന്നെ എല്ലാ ടെൻസും ഇങ്ങനെ കാണാൻ പറ്റും. താഴേക്ക് ലെയർ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടെൻസ് ഉണ്ട്. പിന്നെ കുറേ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല വൈബാണ് കേട്ടോ സ്ഥലം മൊത്തം. അതേപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. അപ്പോൾ 4 മണിക്കാണ് കേട്ടോ ഈവനിങ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ പരിസരമൊക്കെ ഒന്ന് കറങ്ങി ടെൻറ്റിലെല്ലാം സെറ്റൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ലഞ്ച് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊന്ന് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ട്രക്കിൻ്റെ സമയമാകുമ്പോൾ ബാക്കി വിശേഷങ്ങളും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ച്. അപ്പോഴത്തേക്കും ഫുഡ് എത്തി. അങ്ങനെ വേഗം ആക്രാന്തം കൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഈ 2 കുഞ്ഞു പൂച്ചക്കുട്ടികളെ കണ്ട് അപ്പോൾ ചുമ്മാ അതിൻ്റെ പുറകെ ഇങ്ങനെ കളിപ്പിച്ചിരുന്നാണ്. ഫുഡ് കഴിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, തമിഴ്നാട് സ്റ്റൈലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു എനർജി വന്നോന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ലല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യായിരുന്നല്ലോ. ഞാൻ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി. ബട്ട് സ്റ്റിൽ അപ്പോൾ ഞാനിങ്ങനെ ടെൻറ്റിൽ കയറി ഇരിക്കുവാണ്. ഇനി 4 o'clock ആവാൻ 3:30 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂറുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ നാപ്പ് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീവാം, ഒന്ന് മുഖമൊക്കെ ഒന്ന് ഉണർവാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ഞാൻ നിങ്ങളെ ട്രക്കിൻ്റെ ഇതൊക്കെ ക്യാമ്പിൻ്റെ ഇതൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് കടന്നു നോക്കട്ടെ. സോ ഇതാണ് കേട്ടോ, നല്ല അത്യാവശ്യം വലുപ്പമുള്ള ടെൻറ്റാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ടെൻറ്റിൻ്റെ ഉള്ള മര്യാദയ്ക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഇത് ഫാമിലി ഒക്കെയുള്ള ടെൻറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വലുപ്പം. പിന്നെ ഞാൻ വേഗം ഒന്ന് ഡ്രസ്സൊക്കെ മാറി ചെറുതായിട്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് മേക്കപ്പ് ഇടാൻ ശ്രമിച്ചു. അങ്ങനെ അത് തൊപ്പിയൊക്കെ വെച്ച് നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ റെഡിയായി ഗൈസ്. പുറത്തിറങ്ങിയപ്പോൾ വെളിച്ചം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കിറങ്ങാം. അയ്യോ അമ്മേ. 4 മണിയായി. ഐ തിങ്ക് അവരിപ്പോൾ തുടങ്ങുമായിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് പോയി നോക്കട്ടെ എന്താന്ന്. അത്ര വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും 3 വരെയൊക്കെ വന്നല്ലെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നമുക്കപ്പോൾ പോയി നോക്കാം. ഇവിടെ ഫുൾ ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇരിക്കാം വേണമെങ്കിൽ നൈറ്റൊക്കെ. അതിൻ്റെ പുറകിലൊക്കെ ഇതേ മരങ്ങളും കാടും ഒക്കെ തന്നെയാണ്. ചായ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചായ കുടിച്ചിട്ട് 4:30 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചായ കുടിക്കാം. അവിടെ അവർ കട്ടൻ ചായയാണോ കാപ്പിയാണോ? കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ചില്ല. ശരത്തിലേട്ടൻ ചായ കുടിക്കുന്നു.
നടക്കണം എന്നാ പറഞ്ഞത് ട്രക്കിങ്. അല്ല ഒബ്വിയസ്ലി എങ്ങനെയാണല്ലോ ഞാൻ വണ്ടി പോയിരിക്കുന്നത്. അല്ല ഫുൾ നടത്താതാ പറഞ്ഞത്. നോക്കാം. അതെ, അപ്പം നമ്മളിത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ സോറി. അപ്പോൾ ഇതേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കോട കയറിയിട്ടുണ്ട്. ആയി ഫുൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ലേ? ഈ തുള്ളിച്ചാട്ടവും ആവേശമൊക്കെ ആദ്യത്തെ കുറച്ച് നേരം ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഗൈസ് ഇതിങ്ങനെയാണ്, നല്ല സ്റ്റീപ്പാണ്, കുറച്ച് മടുക്കും. ഞാനിത് ചക്രശ്വാസം വലിക്കുന്നുണ്ട്. പാലുവച്ച് കണ്ടൊക്കെ വരിക. നിങ്ങൾക്ക് ട്രെക്കാൻ ഇഷ്ടമെങ്കിൽ മാത്രം വരിക. അപ്പോൾ ബാക്കി പോട്ടെ കേട്ടോ. ഇങ്ങനെ കയറണം ഗൈസ്, അവിടെ ഇവിടെയോ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ് ഫൈനലി. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇറങ്ങുമ്പോൾ എന്താണെന്ന് ആലോചിക്കാൻ വയ്യ. 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ, പക്ഷേ നല്ല സ്റ്റീപ്പായുണ്ട്, നന്നായിട്ട് ബുദ്ധിമുട്ടി. ഓക്കെ, ഇവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം. നല്ല കോടയാണ്, ഫുൾ ഇതുണ്ടോ, ഫുൾ മഞ്ഞാണ്. അതുകൊണ്ട് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റും തോന്നുന്നില്ല, ഫുൾ മഞ്ഞാണ്. അയ്യോ എൻ്റെ അമ്മ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫീല്. സൺസെറ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ പാട്ടൊക്കെ പാടി വൈബാണ് കേട്ടോ, നൈസാണ്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇപ്പോൾ ഇത് സമാധാനം. ഒന്ന് തിരിച്ചിറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട്, ബട്ട് എന്നാലും പക്ഷെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റൂല, മൂടലാണ്. സോ ദേ ദിസ് ഇസ് ഹൗ. ആൻഡ് ശരത്ത് പാവതേ ചായ മേടിച്ചോണ്ട് നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ചായ പിടിക്കാം. അടിപൊളി. എന്തായാലും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. സൺസെറ്റ് കണ്ടില്ലെങ്കിലും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. ഇരുട്ടായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. 6 മണി കഴിഞ്ഞുള്ളൂ, പക്ഷേ ഇത് ഇരുട്ടായി. അപ്പോൾ ഇറങ്ങാനാണല്ലോ പാട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് ക്യാമ്പിലെത്തി 7 മണിയൊക്കെ ആയപ്പോൾ. എന്നിട്ട് അവിടെ ചായയും ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന പാട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയൊന്ന് മേലൊക്കെ കഴുകി. തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് മേല് കഴുകിയപ്പോൾ ഉണ്ടല്ലോ ഒരു സമാധാനം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ശരത്തും കൂടിയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്യാമ്പ് ഫയറിൻ്റെ അവിടെ പോയി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങും. കാരണം നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് നമുക്ക് സൺറൈസ് ട്രെക്ക് ഉള്ളത്. 3:30 ഒക്കെ ആകുമ്പോൾ എണീക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഉറങ്ങണമല്ലോ. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്നാണ്. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊന്നും ഇടാതിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിന്നർ ക്യാമ്പ് ഫയർ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. ആക്ച്വലി ക്യാമ്പ് ഫയർ ഒക്കെ തീരാറായി. ആരും ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെ ഇട്ടില്ല, അതുകൊണ്ട് അത്ര ഭംഗിയില്ലാത്ത കേട്ടോ. ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് കടന്നുറങ്ങാൻ നോക്കട്ടെ. ഭയങ്കര പള്ളിപ്പെരുന്നാളിന് വെളിച്ചം പോലെ ഉണ്ട്. ആൻഡ് ഇതായിരുന്നു കേട്ടോ ഡിന്നർ. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ ആക്ച്വലി എൻ്റെ ഓഡിയോ റെക്കോർഡായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് മുഖം കഴുകി കടന്നുറങ്ങണം, തണുത്ത വെള്ളത്തിൽ എങ്ങനെ കഴുകും, അങ്ങനെയൊക്കെ എന്തോ ആണ്. അപ്പോൾ നാളെ രാവിലെ 3:30 എണീക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പോയി കിടക്കണം, ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതെ, അങ്ങനെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി, കാരണം രാവിലെ നേരത്തെ എണീക്കണമല്ലോ. സോ നെക്സ്റ്റ് ഡേ കാണാം. ഹായ് ഗൈസ്,
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നമ്മൾ എണീറ്റു 3:30 എന്ന് പറഞ്ഞ് 3:50 എണീറ്റപ്പോൾ, അതുകൊണ്ട് ഇതിപ്പോൾ 4:30 എങ്ങാണ്ടായി. നമുക്ക് വേഗം പോവാം. ഇവർ വന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ തന്നെ എണീറ്റു. അയ്യോ അപ്പോൾ ഇതിപ്പോൾ സമയം 4:25. ജീപ്പിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോട്ടെ. ഇവിടുന്ന് 1 മണിക്കൂറുണ്ടെന്നാണല്ലോ പറഞ്ഞത് സൺറൈസ് കാണാൻ കൊളുകുമലയിൽ. അപ്പോൾ വേഗം പോവാം. തണുപ്പുണ്ട്, പക്ഷേ എല്ലാം ഒക്കെ ഇട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് തണുപ്പ് അത്ര അറിയുന്നില്ല. സൺറൈസ് കണ്ടാൽ മതിയായിരുന്നു മര്യാദയ്ക്ക്. പോവാം. ഉറപ്പായിട്ട്. അയ്യോ, നമ്മുടെ ജീപ്പിൽ കയറി. അയ്യോ വെരി ഗുഡ്. ഓക്കെ, പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മൊബൈലും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പോയാൽ പീസായിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എനിവേ അപ്പോൾ നമുക്ക് പോവാം. ജീപ്പിലിരിക്കുവാണ് കേട്ടോ. യെസ് ഇനി പോട്ടെ. ഇവിടെ പേരും വിലാസമൊക്കെ എഴുതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. വീട്ടുകാരുടെ എമർജൻസി നമ്പറും മേടിച്ചിട്ടുണ്ട്. സോ അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിൽ വന്ന് നമ്മൾ അവിടുന്ന് പാസ് മേടിക്കണം. അതിന് 600 റുപ്പീസാണ്. അതിങ്ങനെ ക്യൂ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ജീപ്പിന് അവർ 3500 അടുത്തെങ്ങാണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതേ സൺറൈസിൻ്റെ അടുത്ത് എത്തുന്നു. അതെ, അവിടെ റെഡ് കളറാ വേവാ. അയ്യോ, എത്തുന്നുണ്ട്. സൺറൈസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വണ്ടി നല്ല ഓഫ് റോഡിങ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഫോണൊന്നും കൈ പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പം എന്തായാലും അടിപൊളിയാണ്. വരണ വഴിക്ക് തന്നെ കാണാൻ. വേഗം പോയി കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, തിരക്കെന്നൊക്കെ പറഞ്ഞ നോക്ക് നിങ്ങൾ എങ്ങനെ കാണാനാണ്. ഒരു രക്ഷയില്ല. വല്ല വീക്ക് ഡേ ഒക്കെ വരിക, വീക്കെൻഡ് വന്ന് ഇങ്ങനെ സൺറൈസ് കണ്ടുവരും. പക്ഷെ എക്സ്പീരിയൻസ് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കാണാമെന്ന് വിചാരിക്കണ്ട. നമ്മൾ റീൽസ് കാണുന്ന പോലെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ്. ക്യൂ ഇനിയും കൂടത്തേ ഉള്ളൂ. നോക്കട്ടെ. അങ്ങനെ ഒരു അടിപൊളി സൺറൈസ് കണ്ടു ഗൈസ്. വാവ്, സോ ഗുഡ്. നല്ല രസമുണ്ട് മുഖത്ത് ലൈറ്റ് അടിച്ചിട്ട്. അയ്യോ, അതെടുത്തില്ല, സെൽഫി എടുത്തില്ല. എങ്ങനെയുണ്ട് സൺറൈസ്? എന്താ കൊല്ലല്ലേ? അടിപൊളി സൺറൈസ്. ഓ, മുഖത്തൊക്കെ എന്തൊരു ഗ്ലോ. സൺ കിസ്ഡ് എന്നൊക്കെ. സൺറൈസ് കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ മലനിരകളുടെ ഒരു വ്യൂ കൂടി കണ്ടു. എന്ത് രസാലേ പുറകിൽ കാണാൻ. മലകൾ, തേയിലത്തോട്ടം. ഒരു നല്ല കട്ടൻ ചായ, അത് നിർബന്ധമാണല്ലോ. അതുകൂടിയും കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വന്ന ജീപ്പ് ദേ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നമുക്ക് പോണം. നൈസായിരുന്നു കേട്ടോ. ഇത്ര അടിപൊളി ഒരു സൺറൈസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടിപൊളി. വരുന്ന വഴിയാണെങ്കിലും കട്ട ഓഫ് റോഡിങ് ആണ് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു സൺറൈസ് കാണാം. ഇവിടെയും മുകളിലും ക്യാമ്പിങ്ങും ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വന്നത് എക്സോട്ടിക് ക്യാമ്പ് എന്ന് പറഞ്ഞ വഴി ബുക്ക് ചെയ്താണ് കേട്ടോ. ഒരുപാട് കൊളുകുമല ക്യാമ്പിങ് ഓപ്ഷൻസ് ഉണ്ടാവും. സോ ഇത് നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം താഴെ പോവാം. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പോണ വഴിക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തും, നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും കൊളുകുമല സൺറൈസ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോ ഇല്ലേ, ഒരു സിംഹത്തിൻ്റെ വായ് പോലെ. അപ്പോൾ സിംഹം എന്നും പറയും, സിംഹപ്പാറ എന്നും പറഞ്ഞില്ലേ പുള്ളി. അപ്പോൾ അത് ജാഗ്വർ റോക്കോ സംതിങ് അങ്ങനെ എന്താണ് പറയുക. അവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. എന്താ അടിപൊളി. അതിൻ്റെ നടക്കുമ്പോൾ സൈഡിലുള്ള വ്യൂ ആണ്. ഇങ്ങനെ ഈ വഴി പോകുമ്പോൾ അവിടെ കണ്ടില്ല തിരക്കും, പിന്നെ ഭയങ്കര റിസ്ക്കിയാണ്. അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ മടിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് ആ പാറ. ഇവിടെയും അതേപോലെ റിസ്ക്കാണ്. ഇതിന്റെ മുകളിൽ കണ്ടില്ലേ, ഇവിടെ നിൽക്കുമ്പോൾ താഴെ. ഞങ്ങൾ അവിടെ പോയി നിന്നു കേട്ടോ. ആ പോയിന്റ് കണ്ടോ, ആ കൊച്ചു നിൽക്കുന്ന ഞങ്ങളവിടെ പോയി നിന്നു. അപ്പുറത്തുനിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാനിത് ഇവിടെ കൊടുക്കാം. താഴേക്ക് പോകുന്നില്ല,
അവിടുത്തെ തിരക്കും റിസ്ക്കും എല്ലാം കണ്ടതുകൊണ്ട് സേഫ്റ്റി പ്രമാണിച്ച് ഞാൻ പോകുന്നില്ല. നിങ്ങളും വളരെ ശ്രദ്ധിച്ച് വരിക. തിരക്കുള്ളതുകൊണ്ട് തന്നെ സൺറൈസ് ഇവിടെ കാണാൻ വരുന്നത് മണ്ടത്തരായിരിക്കും. ഞങ്ങൾ പോയ സ്ഥലമാണ് ബെറ്റർ. അറ്റ്ലീസ്റ്റ് നമുക്ക് പരന്ന് നിന്ന് കാണാം. ഇവിടെയൊക്കെ വന്ന് എങ്ങനെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ തിരക്കിൽ. വെരി വെരി റിസ്കി. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരിക. മറ്റ് സൺറൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്ന വ്യൂ കൊള്ളായിരിക്കും, പക്ഷെ ആദ്യമൊക്കെ വന്ന് നിൽക്കണം. പക്ഷെ അത്രത്തോളം തന്നെ തിരക്കും ഉണ്ടാവും. പിന്നെ ഭയങ്കര നാരോ സ്പേസ് ആണ്, ലൈക്ക് ദിസ്. കണ്ടില്ലേ? ഇപ്പുറത്തും ഇവിടെയൊന്നും ഒന്നുമില്ല. അങ്ങോട്ടേക്ക് വെറും കൊക്കയാണ്. അപ്പം അധികം പേടിപ്പിക്കുന്നൊന്നുമില്ല. പോട്ടെ, വന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഒരു ക്ലിപ്പ് എടുത്തതാണ്. അതിൻ്റെ ഒരു ആഘാതം കാണിക്കാൻ വേണ്ടി. നല്ല അടിപൊളി ഓഫ് റോഡിങ് ആയിരുന്നു. നമ്മൾ സിപ്പ് ലൈനിൽ പോവാണ്. ഇതാണ് ടിക്കറ്റ്. സിപ്പ് ലൈൻ പോവാണ്. ലോങ്ങസ്റ്റ് ഡ്യുവൽ സിപ്പ് ലൈൻ ആണെന്ന്. ഒരാൾക്ക് 500. സോ 2 പേർക്ക് പോവാം. 1000 ലൈക്ക് ദിസ്. അപ്പം അതിങ്ങനെ നമ്മൾ എന്ത് വിടും. ഞാൻ ക്യാമറ എടുത്തിരുന്നു. എന്നുവെച്ചാൽ അവർ അവിടെ ക്യാമറ പ്രൊവൈഡ് ചെയ്യും. അതിന് 300 rupees എക്സ്ട്രാ ആണ് പെർ പേഴ്സൺ. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. സിപ്പ് ലൈനിലൊക്കെ പോയി. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ സിപ്പ് ലൈൻ. ഞാൻ അതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. നൈസായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയൊക്കെ പിടിക്കേണ്ടതുകൊണ്ടും പിന്നെ തിരിയാനൊക്കെ ശ്രമിച്ചിട്ടൊന്നും പറ്റിയില്ല. വീഡിയോ വരുമ്പോൾ നോക്കാം എന്തോരം കോമഡി ആയിട്ടുണ്ടാവുമെന്ന്. പിന്നെ അവിടുന്ന് നേരെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും വടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. സമയം 10 മണി. എൻ്റെ വാച്ച് ഓഫായി. 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, അറിയില്ല. 11 മണിക്കാണ് ചെക്കൗട്ട്. എന്തായാലും നമ്മളിനി ഇറങ്ങുകയാണ്. സോ അതാണ് ഈ ട്രക്കിൻ്റെ ഒരു വിശേഷം. സോ അതെ, നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഔട്ട്രോ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം മൂന്നാർ നോർമൽ ട്രിപ്പ് അല്ലാതെ ഈ ഒരു ട്രെക്കിംഗ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവിടുത്തെ ഒരു വൈബും എല്ലാം അടിപൊളിയായിരുന്നു. ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് കാണുന്ന വ്യൂ അടിപൊളിയല്ലേ. ഇന്നാണെങ്കിൽ ഫുൾ ഓഫ് റോഡിങ് രാവിലെ മുതൽ. അപ്പോൾ ഓഫ് റോഡിൽ പോകുമ്പോൾ നടുവിനൊക്കെ നല്ല വേദനയുണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് കാണുന്ന സൺറൈസ് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. ഒരു നല്ലൊരു ദിവസം തുടങ്ങിയ പോലെ അല്ലേ. അപ്പോൾ അതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കണ്ടൻറ്റ് കാണാനായിട്ട് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അധികം വൈകാതെ തന്നെ വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.